ഒന്ന് മെയിൻ ഓൺ ആക്കുക. മെയിൻ ഓൺ ആക്കിയിട്ട് ഇത് ഹീറ്ററാണ് ഈ സ്വിച്ച്. ഇത് മേപ്പോട്ടാണ് ഓഫ്, താഴോപ്പാണ് ഓൺ. ഇത് ഓൺ ആക്കിയിട്ട് ഓക്കെ. ഇന്നലെ ടെമ്പറേച്ചർ 130. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തത് 130. നിങ്ങൾക്ക് 130 കുറയ്ക്കണം. ഇത് ഞെക്കി പിടിച്ചോണ്ട് ഇതിന് ഓരോ ഞെക്കുക കുറയും. മേപ്പോട്ടാണ് ഇത് കൂട്ടാം. ഓക്കെ. 130 മേളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ഇത് ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ തുണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അല്ലെങ്കിൽ തുണി ഇങ്ങനെ ചുരുണ്ടുകൂടി അങ്ങ് തരും, വടി പോലെ കൈ കിട്ടും. അത് ഞാൻ ഉത്തരവാദിക്കുന്നു. ഓക്കെ. ഇത് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ മാത്രമേ തുണി ഇടാവൂ. നമ്മളിത് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഈ റോളറിൻ്റെ സ്റ്റാർട്ടിങ്. ഇതാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസ് സാധനം തിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അടുപ്പിച്ച് കിടന്നാലേ പ്രസ് ആവും. ഇത് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പ്രസ്സിങ് വരും. സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ പ്രസ്സിങ്ങിൻ്റെ ക്വാളിറ്റി കുറയും. നമ്മളിപ്പോൾ ബെഡ്ഷീറ്റൊക്കെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നോക്കണം. അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ സ്പീഡ് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ. പിന്നെ അവർക്ക് വയറിംഗ് ഓൺ ചെയ്യണമെങ്കിൽ ഫുഡ് വെക്കണ്ടേ? ഫേസ് അതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഞാൻ പിടിക്കണം. എന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ നീളത്തിൽ പിടിച്ചു കൊടുക്കും കേട്ടോ. പിടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റ് ആകും. അതുപോലെ 90% ഉണങ്ങാവും. 10% ഇതായിരിക്കണം. അതാ ഡ്രൈ വെറ്റായിരിക്കണം. അത് നമ്മളിങ്ങനെ നിലത്ത് വീഴുന്നത് ഇങ്ങനെ എടുക്കണോ, അല്ലെങ്കിൽ ഒരു 3-4 എടുത്താൽ പോരെ? ഇപ്പോൾ ഇത് കുഴപ്പമില്ല. 10-15 കഴിഞ്ഞ് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇത് ഓഫ് ചെയ്യാൻ നേരത്ത് ഒട്ടനെ ഓഫ് ചെയ്ത് പോകല്ല. നിങ്ങൾ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഇത് ഓഫ്. നിങ്ങളുടെ പ്രസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാധനം ഇത് ഓഫ് ചെയ്യല്ലേ. ഈ സാധനം മാത്രം ഓഫ് ചെയ്യണം. അത് പുറമോട്ട് പോകാം. ഇത് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് മെയിൻ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കത്തിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ പ്രസ് കഴിഞ്ഞിട്ട് ആ പൈപ്പ് അതിന്റെ മുകളിൽ റിലീസ് ചെയ്യാം. അതാകുമ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുന്നത് വിട്ടു നിൽക്കണം. ടച്ച് ചെയ്ത് അത്ര ഇത്ര ടെമ്പറേച്ചർ അത്ര വന്ന് കരിഞ്ഞു പോയിത്തോളൂ. അത് ഇത് റിലീസ് ചെയ്യുക. ഇത് കാണാൻ പറ്റും. ഇത് റിലീസ് ആയിരിക്കും. റിലീസ് ചെയ്ത് വെച്ചോണ്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ ഓടിക്കണം. ചുമ്മാ ഓടിക്കണം. വേണമെങ്കിൽ ബ്ലോർ ഓണാക്കണം. ഇത് ബ്ലോർ. ബ്ലോവർ ഓണാക്കി അതാവുമ്പോൾ തണുക്കും. പിന്നെ നിങ്ങളെ തുണി ഇടുമ്പോൾ വരെ പുക വല്ലതും വരുക. പുക വരുമ്പോൾ ഇത് ഓണാക്കിയാൽ മതി. ഇത് ഓണാക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്ലോറ്, ഇത് മെയിന്. ഇത് പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ചാൻസ് ഇങ്ങോട്ടൊന്ന് കറക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ്. കറക്കേണ്ട ആവശ്യമില്ല. ഇത് എമർജൻസിയാണ്. ഇത് ഹീറ്റർ. ഇത് വന്നിട്ട് ഇത് സ്റ്റോപ്പ് ബട്ടൺ. ഇതാണ് ഓൺ ഓഫ്. നമ്മളതിന്റെ സ്റ്റോപ്പായി. ഇത് ഓഫ്, ഇത് ഓൺ. ഇത് ഓൺ ആയി കഴിഞ്ഞ് ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സപ്പോസ് ഇത് ഈ ഫംഗ്ഷൻ ഇതിപ്പം നിങ്ങളുടെ തുണി ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. തുണി കുരുങ്ങി നിങ്ങൾ ആ തുണി വരുന്നില്ല. അതെന്താ ഇത് ഇങ്ങനെ കൈ എടുത്ത് നിൽക്കും. ഇത് ഇങ്ങനെ കറക്കണ്ട. കറന്ന് കഴിഞ്ഞാൽ ഇത് അഴിയും. എമർജൻസി കേസിന് വേണ്ടി മാത്രമേ ഈ ബട്ടൺ ഉപയോഗിക്കാവൂ. കേട്ടല്ലോ. ഇത് ഇങ്ങനെ റിലേസ് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യം എമർജൻസി ബട്ടൺ വേണ്ടി മാത്രം. ഓക്കെ. ഇതൊന്നും ബട്ടൺ ചെയ്യില്ല. ഇത് മാത്രമേ ഇത് സ്റ്റാർട്ടൊന്നും ചെയ്യേണ്ട. ഇത് തന്നെ ഇത് പോയിക്കോളും. ഇത് ഇത് ഓഫ് ചെയ്ത് ജസ്റ്റ് തുണി തുണീൻ്റെ പക്ഷം എല്ലാം പോകുമ്പോഴും എല്ലാം ഇതിൻ്റെ ഇത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ടാണ് എല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോകാം. കേട്ടല്ലോ. അത് പ്രത്യേകമാക്കണം. യൂണിറ്റ് എല്ലാം ഡെയിലി വൈകുന്നേരം പോകുമ്പോൾ ക്ലോസ് ചെയ്തിട്ടാണ്. വെള്ളവും കറണ്ടും മെയിൻ ഓഫ് ചെയ്തിട്ടാണ് പോകാം.